സാറേ, ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ച നടക്കുന്നതിനിടെ റഷ്യ വീണ്ടും ഉക്രൈനെ ആക്രമിച്ച വാർത്തയും പുറത്തു വന്നു. ഇപ്പോൾ കേൾക്കുന്നത് ഉക്രൈനോട് റഷ്യയെ പോയി ആക്രമിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു. എന്തിനായിരിക്കും അത്? എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ചർച്ച ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. അതെ, സമാധാന ചർച്ച ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സസ് ആസ്ഥാനമായിട്ട് ഈ കോഫി മെഷീനൊക്കെ ഉണ്ടാക്കുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിക്ക് യുക്രൈനിൽ ഫാക്ടറി ഉണ്ട്. യുക്രൈനിലെ ഈ ഫാക്ടറി റഷ്യ ഇന്നലെ ആക്രമിച്ച് തകർത്തു. അതായത് ഒരു അമേരിക്കൻ കമ്പനി, യുക്രൈനിലുള്ള ഒരു അമേരിക്കൻ കമ്പനി ആക്രമിച്ച് നശിപ്പിച്ചു റഷ്യ. അത് മനഃപൂർവ്വം ചെയ്തതായിരിക്കുമല്ലോ. അതെ, യുക്രൈനിലുള്ള അമേരിക്കയുടെ കമ്പനി ആക്രമിക്കേണ്ട കാര്യമില്ലല്ലോ. യുക്രൈൻ്റെ തന്നെ ഫെസിലിറ്റീസ് ആക്രമിച്ചാൽ മതി. അപ്പോൾ ആ ആക്രമണത്തിന് ശേഷം ട്രംപ് യുക്രൈന് അനുവാദം കൊടുത്തിരിക്കുക, നിങ്ങൾക്ക് റഷ്യ ആക്രമിക്കാം. ബൈഡന്റെ കാലത്ത് എന്തിനായിരുന്നു അനുവാദം? അത് പറഞ്ഞിട്ടുണ്ട് ട്രംപ്, ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിട്ടുണ്ട്. പ്രതിരോധിക്കാൻ മാത്രമാണ് ബൈഡൻ പറഞ്ഞത്. അത് മണ്ടത്തരവും അസംബന്ധവുമായിരുന്നു. ഞാനായിരുന്നു പ്രസിഡന്റ് എങ്കിൽ റഷ്യയുടെ ആക്രമണവും അധിനിവേശവും തന്നെ നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കക്കെതിരെ ഒരു ആക്രമണം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. നേരിട്ട് അമേരിക്കയെ ആക്രമിക്കുന്നതിന് പകരമാണല്ലോ ഉക്രൈനെ ആക്രമിക്കുന്ന വ്യാജേന യുക്രൈനിലുള്ള ഒരു അമേരിക്കൻ കമ്പനി ആക്രമിച്ചിരിക്കുന്നു. അപ്പോൾ പുടിൻ, ട്രംപുമായി നടന്ന ചർച്ചയിൽ പുടിന് തൃപ്തിയില്ല എന്നുള്ളതാണ് അർത്ഥം. അത് നമുക്ക് എവിടെ എത്തുന്നുള്ളത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ചർച്ചയിലേക്ക് വരാം. അപ്പോൾ ചർച്ച എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് ട്രംപ് സമ്മതിച്ചതിന് തുല്യമാണിപ്പോൾ യുക്രൈന് റഷ്യയെ നേരിട്ട് ആക്രമിക്കാം എന്നുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. വ്യാഴാഴ്ച, അതായത് ഇന്നലെ, വലിയ ആക്രമണമാണ് യുക്രൈനിൽ നടത്തിയിരിക്കുന്നത് റഷ്യ. സമാധാനത്തിലേക്ക് പോകുന്നതിന്റെ സൂചന ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഇല്ല. ഹെവി ബോംബാർഡ്മെന്റ് എന്ന് പറഞ്ഞാണ് വാർത്ത വന്നിരിക്കുന്നത്. 574 ഡ്രോണുകൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 40 ക്രൂസ് മിസൈലുകൾ അവർ വിക്ഷേപിച്ചിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. 5 നഗരങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. 5 നഗരങ്ങൾ ആക്രമിച്ചു. പടിഞ്ഞാറൻ യുക്രൈനിലായിരുന്നു ഈ പ്രധാനപ്പെട്ട ആക്രമണങ്ങളൊക്കെ. വ്യവസായ നഗരമായ സാഫറിഷ്യ ഉൾപ്പെടെ, സാഫറിഷ്യ എന്ന് പറയുമ്പോൾ തെക്കൻ മുന്നണിയാണ്, സാഫറിഷ്യ ഉൾപ്പെടെ ആക്രമണത്തിൽ പെട്ടു എന്ന് പറഞ്ഞാൽ 5 നഗരങ്ങൾ പ്ലസ് സാഫറിഷ്യ 6 നഗരങ്ങൾ ആക്രമിച്ചു. രാത്രി മിസൈലുകൾ, ഇങ്ങനെ ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂസ് മിസൈലുകൾ ഒക്കെ തുടർച്ചയായിട്ട് വിക്ഷേപിച്ചു. അതിലൊരു മിസൈൽ വിക്ഷേപണത്തിലാണ് ഫ്ലക്സ് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി. അതായത് അമേരിക്കൻ കമ്പനിയെ ആക്രമിച്ചതിൽ ഒരു ന്യായമില്ല എന്ന് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പ്രതിരോധ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി അല്ല, ഡിഫൻസ് കമ്പനി അല്ലത്. സാധാരണ മനുഷ്യർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ, കോഫി മെഷീൻ പോലെ ഉണ്ടാക്കുന്ന കമ്പനിയാണത്. സിവിലിയൻ കമ്പനിയാണ്, മിലിറ്ററി കമ്പനി അല്ല. അപ്പോൾ മുഗചേവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് മിസൈൽ അയച്ചിട്ട്, അതായത് ഹംഗറിയിൽ നിന്ന് ഹംഗറി അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ് ഈ മുഗചേവ. അവിടെ മിസൈൽ ആക്രമിച്ചപ്പോഴാണ് അമേരിക്കൻ ഉടമയിലുള്ള ഈ ഇലക്ട്രോണിക്സ് ഫാക്ടറി തകർന്നത്. 19 പേർക്ക് പരിക്ക് പറ്റി. 600 ജീവനക്കാർ ആ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഈ സൈറൺ മുഴങ്ങിയപ്പോൾ, അപായ സൈറൺ മുഴങ്ങിയപ്പോൾ അവർ ഷെൽട്ടറിൽ കയറി, ഈ ജീവനക്കാര്. അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പൊ ഹംഗറി അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇനി ഹംഗറിയുടെ ബോർഡറിൽ ഹംഗറിയുടെ തലസ്ഥാനത്താണ് ഇനി ചർച്ച ഹെൽസിങ്കിയിൽ നടത്താൻ അമേരിക്ക പ്ലാൻ ചെയ്യുന്നത്. പുടിനും സെലൻസ്കിയും എല്ലാം കൂടി, ട്രംപും കൂടി ഇരുന്നിട്ടുള്ള ചർച്ച ഇനി ഹംഗറിയിൽ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹംഗറിയുടെ അതിർത്തിയിൽ തന്നെ
ഒരു പണി യുക്രൈന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലതരം അർത്ഥങ്ങൾ ഇതിനുണ്ട് എന്ന് വന്നു. സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് കോഫി മെഷീനുള്ള പോലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ വെരി ടെല്ലിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് റഷ്യ ചെയ്തിരിക്കുന്നതാണ്. അമേരിക്കൻ കമ്പനിക്ക് തന്നെ പണി കൊടുത്തിരിക്കുന്നത്. റഷ്യ ഈ സമാധാന ചർച്ചയൊന്നും നടക്കാത്ത പോലെയാണ് പെരുമാറുന്നത്. സെലൻസ്കി പറഞ്ഞു അർത്ഥവത്തായ ഒരു ചർച്ചയ്ക്കും റഷ്യ തയ്യാറല്ല. അപ്പോൾ യുക്രൈൻ്റെ വിദേശകാര്യമന്ത്രി ആൻഡി സിബിഹ പറഞ്ഞിരിക്കുന്നു റഷ്യ ആക്രമിച്ചത് ടെക്സസിലെ ഫ്ലക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത് ഡിഫൻസ് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന, പ്രതിരോധ ഉപകരണങ്ങൾ, യുദ്ധ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി അല്ല, സിവിലിയൻ കമ്പനിയാണ്. മുമ്പും അമേരിക്കൻ കമ്പനികളെ റഷ്യ ആക്രമിച്ചിട്ടുണ്ട്. ഈ വർഷം ആദ്യം ബോയിങ് കമ്പനിയെ യുക്രൈനിൽ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖാച്ചേവോ മേയർ ആൻഡ്രി ബെലോഹ പറഞ്ഞിരിക്കുന്നു ഈ കമ്പനി, അമേരിക്കൻ കമ്പനി, ആയിരക്കണക്കിന് പേർക്ക്, യുക്രൈൻകാർക്ക് തൊഴിൽ കൊടുക്കുന്ന കമ്പനിയാണ്, മോശമായി പോയി. യുക്രൈനിലെ അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ തലവൻ പറഞ്ഞിരിക്കുന്നു ട്രംപെ നിങ്ങൾ സ്വയം സംരക്ഷിക്കും, അതായത് അമേരിക്ക സ്വയം സംരക്ഷിക്കും എന്ന് തെളിയിക്കൂ എന്നാവശ്യപ്പെട്ടു. അപ്പോൾ അമേരിക്കയും കൂടി റഷ്യക്കെതിരായ ആക്രമണത്തിൽ പങ്കെടുക്കണം യുക്രൈൻ്റെ കൂടെ എന്നുള്ള ശ്രമമാണത്. അമേരിക്കയുടെ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്ന കമ്പനികളെയാണ് റഷ്യ ലക്ഷ്യം വെക്കുന്നത്. അമേരിക്കൻ ഓഹരി വിപണിയെ ശക്തമാക്കുന്ന കമ്പനിയാണ് ഇതും. അതിനെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അമേരിക്കയെ അപമാനിക്കുകയാണ്, നശിപ്പിക്കുകയാണ്, അമേരിക്കൻ നേതൃത്വത്തെ അപമാനിക്കുകയാണ് പുടിൻ എന്ന് അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സ് യുക്രൈനിൽ പറഞ്ഞു. ആക്രമണത്തിന് ശേഷം, ഈ അമേരിക്കൻ കമ്പനിയെ ആക്രമിച്ച ശേഷമാണ് ട്രംപ് രംഗത്ത് വന്ന് പറഞ്ഞത് യുക്രൈൻ ഇനി പ്രതിരോധം മാത്രം നോക്കിയാൽ പോരാ, ആക്രമണവും കൂടി നടത്തണം, ഒഫൻസീവ് മോഡിലേക്ക് വരണം. എന്നിട്ട് ട്രംപ് പറഞ്ഞു യുദ്ധം ജയിക്കാൻ അധിനിവേശ രാജ്യത്തെ ആക്രമിക്കണം. നല്ല പ്രതിരോധമുള്ള സ്പോർട്സ് ടീമുകൾ ഉണ്ടാവും. പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ പ്രതിരോധ ഡിഫൻസ് ഉണ്ടല്ലോ ഫുട്ബോളിലും ഒക്കെ, അങ്ങനത്തെ നല്ല അതുള്ള സ്പോർട്സ് ടീമുകൾ ഉണ്ടാവും. പക്ഷേ ജയിക്കണം എന്നുണ്ടെങ്കിൽ ആക്രമിച്ച് മുന്നേറണം. അതെ. അപ്പോൾ അതില്ലാതെ ജയിക്കില്ല. പക്ഷെ യുക്രൈനെ ഇതുവരെ ആക്രമിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഒരു പ്രതിരോധ ടീം മാത്രമായിരുന്നു അത്. റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ മാത്രമേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പോൾ ഇനിയിപ്പോൾ അതുപോരാ, ജയിക്കണം എന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യണം, നിങ്ങൾ ആക്രമിക്കണം. അതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ബൈഡൻ തിരിച്ചടിക്കാൻ സമ്മതിച്ചില്ല, പ്രതിരോധിക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പ്രസിഡൻ്റായിരുന്നെങ്കിൽ യുദ്ധമേ ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ട് ട്രംപ് പുടിനെ ഇങ്ങനെ നെഞ്ചിൽ കുത്തുന്ന ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട്, പോക്കുന്നത്. പണ്ട് റിച്ചാർഡ് നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ്, ആ കാലത്ത് റഷ്യയുടെ പ്രസിഡൻ്റായിരുന്ന നികിത ക്രൂഷ്ചേവിനെ ഇതുപോലെ കുത്തുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മിമിക്രി പോലെയാണ് ഈ പുടിനെ നെഞ്ചിൽ കുത്തുന്നത്. ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റഷ്യ ഈ ട്രംപും പുടിനും തമ്മിലുള്ള മീറ്റിങ്ങിൽ എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ ഉണ്ടായി എന്നാണ് പറയപ്പെട്ടത്. പക്ഷെ ഒന്നും ഉണ്ടാകുന്നില്ല. റഷ്യ കൃത്യമായിട്ട് ഉക്രൈനെ ആക്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഉക്രൈൻ എടുത്ത് തിരിച്ചടിക്കാൻ പറ്റും, ആക്രമിച്ചു. അപ്പോൾ യുദ്ധം വേറൊരു തലത്തിലേക്ക് മാറുന്നു. അങ്ങനെയാണ് മാറുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈനെ അതിൻ്റെ കുറേ ഭാഗങ്ങൾ പിടിച്ചടക്കുക എന്നുള്ള മട്ടിലാണ് നീങ്ങുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും മാക്രോണും സ്റ്റാമറും ഒക്കെ പോയിരുന്നല്ലോ, മെലോണിയും ഒക്കെ പോയിരുന്നു, ഫിൻലൻഡിന്റെ പ്രധാനമന്ത്രിയൊക്കെ പോയിരുന്നു. അപ്പോൾ യൂറോപ്യൻ നേതാക്കൾ, സെലൻസ്കി ഒറ്റയ്ക്കല്ല പോയത്. ഇത്തവണ ട്രംപ് അപമാനിക്കണ്ട എന്ന് വിചാരിച്ച് തന്നെ പോയതാ. സെലൻസ്കിയും യൂറോപ്യൻ നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, സമാധാന ഉടമ്പടിയൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞാൽ സെക്യൂരിറ്റി,
അതായത് ഒരു സേന യുക്രൈൻ്റെ സംരക്ഷണത്തിന് അവിടെ വേണം. അത് നാറ്റോ സേനയാണോ? നാറ്റോ സേന ആകരുത് എന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സേന അവിടെ ആകാം എന്ന് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രത്യേക സേന വന്നാലും ഇത് നാറ്റോ സേനയായിട്ടാണ് പുടിൻ കാണുന്നത്. അതെ. അപ്പൊ പുടിൻ അത് സമ്മതിക്കില്ല. പിന്നെ പുടിന് ചില സ്ഥലങ്ങൾ വേണമല്ലോ. ക്രിമിയയുടെ കാര്യത്തിലും ഉണ്ടാകാൻ പറ്റില്ല, കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോൺബാസ് അല്ലേ, ഡോണറ്റ്സ്, ഇതൊക്കെ സാഫറേഷ്യോ, ഇങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്ത മേഖലയാണ്. 30% ഉക്രൈനെ റഷ്യക്കാരുടെ ഭൂരിപക്ഷമുള്ള ചില സ്ഥലങ്ങളുണ്ടാവും. ആ പോക്കറ്റുകളൊന്നും വിട്ടുകൊടുക്കില്ല. അത് ചോദിക്കരുതെന്ന് പുടിൻ സെലൻസ്കിയോട് നേരത്തെ പറയുകയും ചെയ്ത. അപ്പൊ ഇനി ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു പ്രത്യാക്രമണം ആകാം അല്ലെ? അത് അന്ന് തന്നെ എനിക്ക് സമ്മതമല്ലടോ എന്നുള്ള മട്ടിലാണല്ലോ പുടിൻ ഉടനെ ആക്രമിച്ചിരിക്കുന്നത്. അതെ. അന്ന് രാത്രി തന്നെ വലിയ ആക്രമണം നടന്നു. തലേന്ന് പുടിൻ വരുമ്പോഴും ആക്രമണം നടന്നു. പിന്നെ പുടിൻ വരുമ്പോൾ പേടിപ്പിക്കാൻ ബോംബറുകളൊക്കെ പറന്നു പുടിന്റെ മുകളില്. അത് സെലൻസ്കി എന്നപ്പോ ഒന്നും പറഞ്ഞുമില്ല. അപ്പൊ പുടിന് ഇതിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകൾ വലിയ മുന്നേറിയിട്ടില്ല എന്നാണ് ലാവ്റോവിനെ പോലുള്ള ആളുകളുടെയൊക്കെ സംസാരത്തിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. അപ്പൊ റഷ്യ വലിയ മുന്നേറ്റമൊന്നും സമാധാന ചർച്ചയിൽ ഉണ്ടായതായിട്ട് കരുതുന്നില്ല. അപ്പം ഞാൻ കുറേ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു കാര്യത്തിൽ, അതായത് സെക്യൂരിറ്റി വേണം എന്നുള്ളത് യൂറോപ്പും സെലൻസ്കിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നില്ല റഷ്യയെ. റഷ്യ ഒരു അധിനിവേശ ശക്തിയായിട്ട് അവർ കരുതുന്നു. പക്ഷെ ഒരു സേന അവിടെ വരാൻ പുടിന് സമ്മതമല്ല. അത് അമേരിക്കയുടെ സേനയാണെങ്കിലും പ്രത്യേക സേനയാണെങ്കിലും എല്ലാ രാജ്യങ്ങളും ചേർന്ന സേനയാണെങ്കിലും സമ്മതിക്കില്ല പുടിൻ. അതാണ് പ്രശ്നം. അതാണ് കീറാമുട്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.